ഹലോ മച്ചന്മാരെ, ഞാൻ നിക്സൺ സേവർ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇടുക്കാച്ചി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു വെറൈറ്റിയും കൂടെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ എന്തുകൊണ്ടാണെന്നറിയോ പായസം ഉണ്ടാക്കുന്നത്? പാസ്ത കൊണ്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് പാസ്ത കൊണ്ട് പായസം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മച്ചന്മാരെ, നമുക്കേ പായസം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ വേണമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടതാണ് പാസ്ത. നമ്മളിവിടെ 2 കവർ പാസ്ത എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ബോട്ടിൽ നെയ്യ് എടുത്തിട്ടുണ്ട്, 400 ഗ്രാം ചവ്വരി എടുത്തിട്ടുണ്ട്, 5 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്, തേങ്ങ ചെറുതായി അരിഞ്ഞത്, കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് കിസ്മിസ്, 1 ബോട്ടിൽ മിൽക്ക് മെയ്ഡും കൂടെ എടുത്തിട്ടുണ്ട്, പിന്നെ 1/4 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, ഇന്ന് എൻ്റെ കൂടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേര് വന്നിട്ടുണ്ട്. ഒന്ന് അന്നമ്മ, അറിയാമല്ലോ, പിന്നെ ഒന്ന് മീനു. കണ്ടോ, അന്നമ്മയുടെ കസിനാണ് മീനു. അപ്പോൾ നമുക്കേ പായസം ഉണ്ടാക്കിയാലോ. അപ്പോൾ മച്ചാന്മാരെ, നമുക്കേ പാത്രം ഒന്ന് വെച്ച് ചൂടാക്കി എടുക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണ എന്താണെന്നറിയോ? നമ്മൾ പാസ്ത ഇതിൽ പൊട്ടിച്ചിട്ടിട്ട് നമ്മൾ വറുത്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. പാസ്ത വറുത്തെടുക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് ആദ്യം നെയ്യ് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ഇട്ട് വേണം കേട്ടോ പാസ്ത വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നെയ്യ്. അപ്പോൾ നമുക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് മൊരിഞ്ഞു പോകില്ല കേട്ടോ. ഒരു ചെറിയൊരു കളർ വ്യത്യാസം വരും. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഇപ്പോൾ മാറ്റാൻ വേണ്ടി സമയമായിട്ടുണ്ട്. നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. അപ്പോൾ കാഷ്യൂനട്ട് ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുന്തിരിയും കൂടെ ഇട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മാറ്റാം. അടുത്തതായി നമുക്ക് ചവ്വരി ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ ചവ്വരി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. നമ്മുടെ ഏകദേശം പണി തീർന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. എന്നമ്മ പാല്. നമ്മളിവിടെ 5 പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ പാല്. നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം പാലിനെ. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ പാല് തിളച്ചങ്ങ് മറിയുകയാണ്. അപ്പോൾ നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാൻ പോവുകയാണ്. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഒരുപാട് അങ്ങ് ആഡ് ചെയ്യലും. ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ. മധുരം ഉണ്ടോ ഇല്ലയോ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി തേങ്ങക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്തതായി നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ് വറുത്ത് വെച്ച കാഷ്യൂനട്ടും കിസ്മിസും. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ പാസ്ത പായസം റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മളവിടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന പ്രശ്നം. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, കൊള്ളാം കേട്ടോ. മച്ചാന്മാരെ, നമ്മുടെ പാസ്ത പായസം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഇടിച്ചങ്ങ് പൊട്ടിച്ചേക്കണം. അപ്പോൾ നല്ല നല്ല വീഡിയോയുമായി ഉടൻ വരുന്നതാണ്. ഗുഡ് ബൈ ഫ്രണ്ട്സ്.